നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വരാജ് LDF സ്ഥാനാർത്ഥി ഇപ്പോൾ വോട്ടെണ്ണൽ ഇപ്പോൾ കൈരളി ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചയും വിവരങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ പ്രേക്ഷകർക്ക് മുമ്പാകെ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വരാജ് LDF സ്ഥാനാർത്ഥി കാണുന്നു എന്നതും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ വളരെ കാര്യമായി കൈരളി ന്യൂസിലൂടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കണ്ട കാലമാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ റേറ്റിംഗ് ഫലത്തിലടക്കം നമുക്ക് ഗുണമായത്. അതെ, വലിയ തോതിലുള്ള ഒരു പിന്തുണയാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. ആ നിലയിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിവരങ്ങൾ ഇങ്ങനെ അസസ് ചെയ്ത് പോകുന്നു. ശ്രദ്ധിക്കുക, 419 വോട്ടുകൾക്കാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വഴിക്കടവ് പഞ്ചായത്തിലെ ഒന്നാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ലീഡ് ചെയ്യുന്നത്. 1 മുതൽ 14 വരെയുള്ള ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ലീഡ് ചെയ്യുന്നത് 419ന്റെ ലീഡാണ് ഒന്നാം റൗണ്ടിൽ. അതെ, അങ്ങനെ നിൽക്കുകയാണ്. അത് അവിടെ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് പോകണം. പിന്നെ ഫാസ്റ്റ് ആകും കേട്ടോ മനു. പിന്നെ മനുവിന് ഒരു അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരവായിരിക്കും, ലീഡിന്റെ വരവായിരിക്കും കണക്കുകൾ. പുതിയ മഴ പോലെ വരണം, എന്നാൽ ഒരു ഉഷാർ വരുള്ളൂ. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞില്ല, ഈ തുടക്കത്തിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ലീഡുകളൊക്കെ വന്നൊന്ന് സെറ്റ് ആവുന്നതിനെടുക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെ അങ്ങനെ പോകും. ഇപ്പോൾ രണ്ടാം റൗണ്ടിൽ ഓരോ ടേബിളിലും ഇപ്പോൾ എണ്ണിക്കഴിയുമ്പോൾ അനൗദ്യോഗികമായി കിട്ടും. അത് ഇതിൻ്റെ ഈ 419ന്റെ കൂടിച്ചേർത്ത ആളുകൾ പറയാൻ തുടങ്ങും. എന്നിട്ടാണ് അതിൻ്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് വരിക. ഇപ്പോൾ ഓർക്കേണ്ടത്, ഒരു റൗണ്ടിൽ 14 ടേബിളാണ്. ഈ 14 ടേബിളിലും ഓരോ മെഷീൻ വെച്ച് എണ്ണും. ഓരോ ബൂത്തിലേതായിട്ടുള്ള മെഷീൻ കൊണ്ടുവച്ച് എണ്ണി 14ഇടത്തെയും പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് ഒരു റൗണ്ട് പൂർത്തിയാവുന്നത്. അപ്പോൾ അതിലിപ്പോൾ ചില ടേബിളുകളിൽ വേഗത്തിൽ കഴിയും, ചിലത് ചിലപ്പോൾ തുറക്കുന്നേ ഉണ്ടാവും, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വിവരങ്ങൾ ഇപ്പോൾ മെല്ലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 419 മാറി വരും. ഇപ്പോൾ ഏതാണ്ട് പലയിടത്തും ഇപ്പോൾ സ്വരാജ് ലീഡ് ചെയ്യുന്ന ബൂത്തുകളെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളുമൊക്കെ ചില വിവരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വഴിക്കടവിൽ ഇപ്പോൾ 419 എന്ന് പറയുന്നത് ഒന്നാം റൗണ്ടിലെ ലീഡാണ് UDFനെ സംബന്ധിച്ച്. ഇപ്പോൾ രണ്ടാം റൗണ്ടിൽ ചില ടേബിളുകളിലെ വിവരങ്ങളൊക്കെ വരുന്ന അനൗദ്യോഗിക വിവരങ്ങളുണ്ട്. അപ്പോൾ 419 കടന്ന് ഏതാണ്ട് ഒരു 450ലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. കാരണം ചില ടേബിളുകളിലെ വിവരങ്ങളൊക്കെ അനൗദ്യോഗികമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ അവിടെ തുടരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കണ്ടതുപോലെ ഇഞ്ചോടിഞ്ച് മത്സരം ആദ്യ റൗണ്ടിൽ കാണാൻ കഴിയുന്നത് ഒരു സംശയം വേണ്ട. ഏകദേശം 3 സ്ഥാനാർത്ഥികളും എന്നുള്ളത്, അതിൽ അൻവറിന്റെ സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതുതന്നെ ഉണ്ടായിരുന്നു. അൻവറിന്റെ മത്സരം ആരെയൊക്കെ, ഓരോ മേഖലയിലും ആരെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അന്നെല്ലാം UDF പറഞ്ഞിരുന്നത് അത് ഇടതുപക്ഷത്തെയാണ് ബാധിക്കുക എന്ന നിലയിലാണ്. പക്ഷേ വഴിക്കടവിലെ അൻവറിൻ്റെ സാന്നിധ്യം അത് UDFനെ ഞെട്ടിക്കുന്നതാണ്. UDFിൻ്റെ പ്രതിഷേധ വോട്ടുകൾ, അല്ലെങ്കിൽ UDF കേന്ദ്രങ്ങളിലെ വോട്ടുകൾ അൻവറിന് കൊടുത്ത് ഒരുപക്ഷെ UDFനോട് പ്രതിഷേധിച്ചിട്ടുണ്ടാകാം. അൻവറിന് അവിടെ വോട്ട് വീണിട്ടുണ്ട്. അത് UDFനും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. LDF കരുതിയതുപോലെ തന്നെ വലിയ ലീഡിലേക്ക് ഒന്നാം റൗണ്ടിൽ, ശ്രദ്ധിക്കുക, വഴിക്കടവിലാകെ എന്നല്ല ഈ പറയുന്നത്, ഒന്നാം റൗണ്ടിൽ UDF പ്രതീക്ഷിച്ച നിലയിൽ അവർക്ക് ലീഡ് ഉയർത്താനായിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന് ഇതുകൂടിയാകാം. കാരണം അൻവറിനും അവിടെ വോട്ട് വീണിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഈ 14 ടേബിളുകൾ എന്ന് പറഞ്ഞാൽ 14 ബൂത്തുകൾ. ഈ 14 ബൂത്തുകളിൽ ഓരോരുത്തർക്കും കിട്ടിയ ലീഡ് ഒക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ രണ്ടാം റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇനി പുതിയ വിവരങ്ങൾ വരാനായി എല്ലാവരും കാത്തിരിക്കുകയാണ്.